ഹലോ ഒരുപടി നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയലോഹി. ദ മാമ ആൻഡ് മമ്മിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ കോളേജിലെ കുറേ സ്റ്റാഫുകൾ കൂടി തുഷാരഗിരിയിലേക്കൊരു യാത്ര പോയി. പലതും കണ്ടാസ്വദിച്ച് തിരിച്ചു വരുമ്പോൾ അച്ചായൻസിൻ്റെ ഒരു കട കണ്ടു. അവിടെ കയറി തനി നാടൻ പലഹാരങ്ങളും വിഭവങ്ങളും. ടയർ പത്തിരി എന്നൊരു ബോർഡ് കണ്ടു. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. മോശമില്ല. അപ്പോൾ അതിൽ കൂടെ ഉണ്ടായിരുന്ന ബീനിക്ക് അതിൻ്റെ റെസിപ്പി അറിയാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ അടുത്ത പരീക്ഷണം ഇത് തന്നെയാകാമെന്ന് ഞാനും വിചാരിച്ചു. അതിൻ്റെ പിന്നിലുള്ള സാഹസമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം ടയർ പത്തിരി ഉണ്ടാക്കണമെങ്കിൽ മൺകല്ല് വേണം. അതായത് പ്രത്യേക ഷേപ്പുള്ള ഒരു മൺചട്ടി. അതവിടെ എവിടെ കിട്ടുമെന്ന് അറിഞ്ഞ് പലരോടും ചോദിച്ചു. ആർക്കും അറിയില്ല. കോളേജിൻ്റെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് വഴിയും പലരോടും അന്വേഷിച്ചു. അപ്പോഴൊരു റിപ്ലൈ വന്നു. സജിത്ത് എന്ന് പറയുന്ന ഇലക്ട്രീഷ്യൻ പരിചയമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ചൊവ്വയിൽ പോയാൽ കിട്ടുമെന്ന്. ഈ ചൊവ്വയിൽ കല്ലും മണ്ണും പാറയൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ മൺചട്ടിയും അവിടെ കിട്ടുമോ ആവോ? എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം രാവിലെ പോകുന്നില്ല, വൈകുന്നേരം പോകാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ VK സുരേഷ് ബാബു സാറിൻ്റെ കിടിലം പ്രഭാഷണത്തിൽ നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറയുന്നത് എനിക്ക് ചൊവ്വാദോഷത്തിൽ വിശ്വാസമുണ്ടെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നും രാവിലെ അദ്ദേഹം ഓഫീസിലേക്ക് വരാൻ ഇറങ്ങുന്നത് കണ്ണൂർ ചൊവ്വ വഴിയാണ്. അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമാണ്, സമയത്തിനെത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ലേറ്റായി പോവും, നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാനും വൈകുന്നേരം പോയാൽ ഇതെന്ന് 3:45 പോയി. എൻ്റെ ഈശ്വര, അങ്ങനെ ഞാനും ചൊവ്വാദോഷത്തിൽ പെട്ടുപോയി. അത്രയും ട്രാഫിക് ബ്ലോക്ക്. എന്തായാലും അപ്പുറം ഇപ്പുറം റോഡ് ക്രോസ് ചെയ്യും പോയും ഒക്കെ മൺചട്ടിയും മൂടിയും കിട്ടി. പിന്നെ എനിക്കുണ്ട് ഡു ഇറ്റ് നൗ പോളിസി. അതാണ് എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ട് വിചാരിച്ച് ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബീനെ ഫോണിൽ വിളിച്ച് റെസിപ്പി ഒന്നുകൂടെ മനസ്സിലാക്കി. വേണ്ടി വന്ന സംശയം ഉണ്ടെങ്കിൽ ഇനിയും വിളിക്കുമേന്നൊരു മുന്നറിയിപ്പും കൊടുത്തു. അങ്ങനെ എൻ്റെ ടയർ പത്തലിൻ്റെ പണി ആരംഭിക്കുകയാണ്. പുഴുക്കലരിയുടെ നേരിയ പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ആയാലും മതി. ഉപ്പ് ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ച് നല്ലപോലെ പദം വരുത്തി വലിയ ഉരുളകളാക്കി ടയറിൻ്റെ ഷേപ്പിൽ നല്ല കനത്തിൽ ഇലയിൽ വെച്ച് കൈകൊണ്ട് പരത്തി ചട്ടി ചൂടാവുമ്പോൾ തിരിച്ചും പിരിച്ചും ഉരുട്ടിയും അത് വേവിച്ചെടുക്കണം. വാഴയില കരിയാണെങ്കിലോ വേറെ വെക്കാം. സാധാരണ വിറകടുപ്പിലോ ചകിരിയടുപ്പിലോ വെക്കുന്നതാണ് നല്ലത്. ടേസ്റ്റും അതാണ് തന്നെ നല്ലത്. ചിലർ ഇത് തേങ്ങാപ്പാലിൽ കുതിർത്ത് വെജിറ്റേറിയൻ്റെ കൂടെ നോൺ വെജിറ്റേറിയൻ കറിയുടെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ഇത് മലബാറുകാരുടെ തനിത്ത രുചികളിൽ ഒന്നാണ്. നോമ്പിനും പുതിയാപ്ല വരുമ്പോഴുമൊക്കെ ഇത് പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ്. എന്തായാലും ഞാനിത് മോൾക്ക് കൊടുത്തു. അത് മോളൊന്ന് തിരിച്ചും പിരിച്ചും നോക്കിയിട്ട് ചോദിക്കുക, ഇതെന്താണമ്മേ പഞ്ചറായ ടയറാണോ എന്നൊരു ഞാനും വിട്ടുകൊടുത്തില്ല. കാറ്റുപോയ ടയറിനാണെങ്കിൽ നമുക്കുണ്ടല്ലോ ഒരു നല്ല ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ട് ഒന്ന് ഓട്ടയടിച്ചിട്ട് കൊടുത്തു. അപ്പോൾ കഴിച്ചിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മൺചട്ടിയുടെയും വാഴയിടയിലും ആ ഇലയുടെയും ഒരു നോസ്റ്റാജിക് ഫീലിംഗ്. പണ്ട് അമ്മ ഓട്ടടയും ഒറോട്ടിയും ഇതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കിത്തരുന്ന ആ ഒരു ഓർമ്മ, ആ ഒരു രുചി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ മണം. നിങ്ങളും ട്രൈ ചെയ്യണേ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.